السلام عليكم ورحمة الله. السلام عليكم السلام ورحمة الله وبركاته. ما شاء الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇന്ന് നമ്മുടെ പഠന മന്ദിരത്തിലെ ക്ലാസ് തുടങ്ങുന്നത് 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു ക്ലാസ്സിൻ്റെ ഒരു രീതി എങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. നമ്മുടെ അറബി അക്ഷരങ്ങളാണ്. അറബി അക്ഷരം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അറബിയെ വല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടണം. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗത്തിന്റെ ഭാഷയും അറബിയാണ്. അപ്പം അറബിയെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടും. അപ്പം അറബി അക്ഷരങ്ങൾ നമുക്ക് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 28. ലാം അലിഫും കൂടെ കൂടുമ്പോൾ എന്തോരും? 29. ലാമും അലിഫും കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ്. അപ്പം നമുക്ക് ഈ അറബി അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് വെച്ചാൽ അലിഫാണ്. അപ്പം അലിഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് എന്താ? ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മൾ ഓതുന്ന വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. അതിലെന്താണ് ആദ്യത്തെ അക്ഷരം? എന്താണ്? അലിഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഇതെന്തിനാണ് ഓതി വെച്ചാൽ ഇത് അള്ളാഹു വിളിച്ച പേരാണ് അലിഫ് എന്ന് പറയുന്നത്. അള്ളാഹു തആല ചില അക്ഷരങ്ങളെ വിളിച്ചിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാമത്തെ എന്താണ്? അലിഫാണ്. അപ്പൊ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന ശൈലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ എന്താവും? പെട്ടെന്ന് പഠിക്കും. അതായത് നമ്മൾ കൊച്ചു കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? അല്ല, മുലപ്പാലാണ് കൊടുക്കുന്നത്, അല്ലേ? കട്ടി കുറഞ്ഞ ഭക്ഷണം. ആ മുലപ്പാൽ കൊടുക്കുന്ന സ്ഥലത്ത് കട്ടിയുള്ള ബിരിയാണിയോ അതുപോലെ വലിയ വലിയ ആഹാരങ്ങൾ കൊടുത്താൽ ആ കുട്ടിക്ക് ദഹിക്കത്തില്ല. അപ്പൊ ദഹിക്കുന്ന രീതിയിൽ, അതായത് എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം അറബി അക്ഷരം ആദ്യമേ മനസ്സിലാക്കുക. അറബി അക്ഷരവുമായിട്ട് ഒരു ഭാഷയ്ക്ക് ഒരു ബന്ധമില്ല. അറബിക്ക് സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ട്. അതിന് തജ്വീദ് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ താഴെ ഇറങ്ങി, അതായത് ഏറ്റവും ലളിതമായ ഒരു ശൈലി ഞാൻ കാണിച്ചിരുന്നു. അറബി അക്ഷരങ്ങളിൽ 28 നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ലളിതമായ ഒരു 15 അക്ഷരങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശൈലി നമ്മൾ പോയാൽ എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അലിഫ് എന്ന് പറയും, അല്ലേ? ഇങ്ങോട്ട് നോക്കുമ്പോൾ അബ്ദുള്ള, ഇതെന്താണ്? അലിഫിന് പത്തഹിട്ടായപ്പോ എന്തായി? അല്ലേ? അടുത്ത ഏത് കുട്ടിക്ക് പഠിപ്പിക്കുന്നത്? അടുത്ത എന്താണ്? ബ. മാഷാ അല്ലാഹ്, ദാ വരെ അബ്ദുള്ള പഠിച്ചു, അല്ലേ? വീണ്ടും ഒരു അക്ഷരം നമ്മൾ പഠിച്ചു. ഏതാണ്? റാ പഠിച്ചു. ഇനി അപ്പൊ 15 അക്ഷരങ്ങൾ എന്തുണ്ട്? അലിഫ്, ബ, ത, സാ ഉണ്ട്. അത് ഇച്ചിരി കട്ടിയാണ്ട് മാറ്റി വെച്ചേക്കുക. അടുത്തത് സാ കഴിഞ്ഞിട്ട് ജീം ഉണ്ട്. ജീം വരെ പഠിക്കുക. ജ പറയാം. പക്ഷെ ഇവിടത്തെ പറയണ്ട. ഇവിടെ ഇനി പറയാണ്ട് 2 അക്ഷരം ഉണ്ട്. എന്ന് ഹ ഉണ്ട്, തൊണ്ടയുടെ നടുക്കുന്ന വരുന്ന. ഹ ഉണ്ട്, കാറി പറയുന്നത്, ഇവരുടെ വേലയറ്റത്തുനിന്ന് വരുന്നത്. ഇപ്പൊ ഈ അറബി അക്ഷരങ്ങൾ 28 20 എണ്ണവും നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാം. അ, ബ, ത, ത, ജ, ഹ, ഹ. ഹ എന്ന് പറയുമ്പോൾ എന്തിനും കനപ്പിച്ച് പറയേണ്ടി വരും. അപ്പം ഈ ഹായ് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ട, എളുപ്പം പഠിക്കുന്ന അക്ഷരങ്ങളിൽ ഉൾപ്പെടുത്തിക്കുമ്പോൾ എന്ത് വരുന്നില്ല? ആ അക്ഷരങ്ങൾ വരുന്നില്ല. അത് കഴിഞ്ഞ് എന്താണ്? ദാലാണ്. അത് സ്ട്രോങ് അക്ഷരമാണ്. പക്ഷേ ഇതിൻ്റെ സിഫത്തൊക്കെ നമ്മൾ പറയും. കൽക്കലത്തെന്നൊക്കെ പഠിക്കാൻ നമുക്ക് അതായത് കട്ടിയായിട്ട് സുക്കൂനൊക്കെ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് പറയും. ഇതാണ് ഇതിൻ്റെ സുക്കൂൻ. എന്ത് ചെയ്യും? ഇതിൻ്റെ റാഇൻ്റെ സുക്കൂൻ പോലെയല്ല പറയുന്നത്. എന്തുകൊണ്ടാ? ഖുൽ ഹു അല്ലാഹു അഹദ്. ഇത് കണ്ട സുക്കൂൻ പറയുന്നല്ലോ. അതേസമയം ഇവിടെ റാഇന്റെ സുക്കൂൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? അതുപോലെ പറയത്തില്ല. ജീമിന്റെ സുക്കൂനെ എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ട് പറയും. കാരണം എന്താ? ഇതൊക്കെ കൽക്കലത്തിന്റെ അക്ഷരം എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് സിഫത്തൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ പറയുന്ന പോലെ പഠിക്കുന്ന അക്ഷരങ്ങളാണ് എഴുതുന്നത്. അപ്പൊ റാഇന്റെ സുക്കൂൻ ഇട്ടാൽ എന്താ പറയും? അർ എന്ന് പറയും. മനസ്സിലായി? അർ. ഈ 28 അക്ഷരങ്ങളിൽ 8 അക്ഷരം വാ നിറച്ച് പറയാനുണ്ട്. അതിൽ പെടുന്നതാണ് ഏത്? എങ്ങനെ പറയും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അല്പം വാ നിറച്ച് പറയേണ്ടി വരും. മനസ്സിലായി? അങ്ങ് റോയും അല്ല റായ്, മലയാളത്തിലെ റായും അല്ലാത്തൊരു മധ്യനിലയിൽ നിൽക്കുന്ന ഒരു കനപ്പിന് ഇവിടെ വരേണ്ടി വരും. ഇതിപ്പോ നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? ആദ്യമായിട്ട് ഒരാൾ വന്നാൽ നമ്മളിപ്പം പഠിപ്പിക്കുന്ന ഒരു രീതി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുക? അപ്പൊ ഉദാഹരണം ഇങ്ങനെ ഫത്തഹയ്ക്ക് തന്നെ പഠിപ്പിക്കുന്ന ഒരു ഉപകാരം എന്താണെന്നറിയോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബ എന്ന് എഴുതുന്നു. ഇത് ബ. ഈ ബ എന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്തുവരും? പെട്ടെന്ന് ഇതിനകത്ത് എന്താക്കാം? ബ, ബി, ബു, ബ്, അല്ലേ?
പിന്നെ അങ്ങതാ അബ്ബ. ശ്രദ്ധക്ക വരുന്നില്ല അല്ലേ? അബ്ബ. 2 ഫത്തഹ ഇട്ടാലോ അബ്ബൻ അല്ലേ? ഇങ്ങനെ മാറ്റങ്ങൾ വരും. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എന്താണ്? ഈ ബാഇന് എന്തായി? ഒരു മാറ്റമില്ല. ഫത്തഹ ഇട്ടാൽ എന്തായി? ബാ തന്നെ. അപ്പം എങ്ങനെ പഠിക്കാം നമുക്ക്? ആ ബ ത ജ ദ റ. ഇനി അടുത്ത പഠിക്കാനുള്ള ഏതാണ്? സ. സ കണ്ട എളുപ്പമുള്ള അക്ഷരമാണ്. എന്താണ്? സ. അടുത്ത എളുപ്പമുള്ള അക്ഷരം ഏതാണ്? ഷ. 3 പുള്ളിയുണ്ടതേ ഉള്ളൂ. സാ തന്നെ, സീന് തന്നെ. അറബി പറയുന്നത് സീൻ എന്ന് പറയും. പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്? സ. ഇതെന്താണ്? ഷ. എല്ലാം അകാരത്തിലൂടെ പഠിച്ചാൽ എളുപ്പം പഠിക്കാം. ഷ. മനസ്സിലാവുന്നുണ്ടല്ലേ? ക. അപ്പൊ അടുത്ത എന്താണ്? ക. ക. ഈ കായ്ക്ക് തന്നെ 2-3 രൂപമുണ്ട്. നമ്മൾക്ക് ഇന്നത്തെ സംശയം ആയിരുന്നല്ലോ, ഇങ്ങനെ ഇട്ടാ ഇത് കാണ്, ഇങ്ങനെ ഇട്ടാ കാണ്, ഇത് ഇങ്ങനെ ഇട്ടാലും എന്താണ്? ഒരു നീളത്തിലുള്ള കാവുണ്ട്. ഈ അക്ഷരമാണ് നമ്മുടെ പഴയ ഒരു പുസ്തകത്തിൽ നമ്മുടെ കണ്ടത്. നമ്മുടെ ഈ പഠനത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് രീതിയിലുള്ള ഉപകരണങ്ങളും പുസ്തകങ്ങളും ചാർട്ടുകളും ഉണ്ട്. അതാണ് നമുക്ക് ജയിക്കാൻ ദൃഢം തീർച്ച വെച്ചിട്ടില്ല, വരയിട്ട് പോത്തേ ഉള്ളൂ. അതിന്റെ കരയും വരങ്ങളിലേ ഉള്ളു. അതെ അതെ അതെ. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഇതിപ്പോ കാ വരെ. ഇനി അടുത്ത അക്ഷരം ഏതാണ് എളുപ്പം ഉള്ളത്? ല. കണ്ട അടുത്ത ഏതാണ്? മാഷാ അല്ലാഹ്. മാ. അടുത്തത് ന. അടുത്തത് വ. അടുത്തത് ഹ. അടുത്തത് യ. അപ്പൊ എത്ര അക്ഷരം നോക്കേ? 4, 2, 6, 8, 10, 12, 15 രൂപ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ പഠിക്കാൻ എളുപ്പമുള്ള മാർഗം പറയാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറയാം. പിന്നെ ആ ഇപ്പൊ ബാ തൊട്ടെടുക്കാം. ബാ എടുക്കുന്നുണ്ട്. ബാ. ഇതെന്താണ്? ബാ. പക്ഷെ ബാഇന് ഫതഹല്ലയോ? നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പേരെന്തോ? ഹർക്കത്ത്. ഇതെന്താണ്? ഹർഫ്. അക്ഷരത്തിന് പറയുന്നത് അറബിയിൽ ഹർഫ്. ഇതിന്റെ പേരെന്തുവാ? ഹർക്കത്ത്. ഹർക്കത്ത് ചലിപ്പിക്കാനാണ്. ഒരു അക്ഷരത്തിനെ ചലിപ്പിക്കാൻ എന്തുകൊണ്ട് ഹർക്കത്ത് കൊടുക്കും. എന്തൊക്കെയാ ഹർക്കത്തുള്ളത്? ഇനിയുണ്ട് 2 ഫത്തഹ്, 2 കിസർ, 2 ലം. അതിന്റെ പേരെന്താ? തൻവീൻ എന്ന് പറയും. അറബി പറയുന്നത് തൻവീൻ എന്ന് പറയും. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു നൂനുണ്ട്. എന്റെ ഉള്ളിലുണ്ടെന്ന് ഒരു മറിഞ്ഞടക്കുന്ന നൂനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഫത്തഹയും കിസറും ലമ്മും സുക്കൂനൊക്കെ എന്താണ്? ഹർക്കത്തുകളാണ്. ചിലപ്പോൾ ഷദ്ദും വരും. എന്തുവരും? ഷദ്ദ് വരും. അപ്പൊ ഇത്രയും ഹർക്കത്തുകൾ വരും. ഷദ്ദ് എന്തിനാ വരുന്നത്? കനപ്പിക്കാൻ. ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ഷദ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജുമുദ്ദീൻ. ശബ്ദ പഠിച്ചു, മദ്ദ പഠിച്ചു, ജറ പഠിച്ചു, നജുമുദ്ദീൻ. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഈ ഹർക്കത്തുകൾ നമ്മൾ നോക്കുക. എന്താ നമ്മൾ നോക്കേണ്ടത്? ഹർക്കത്തുകൾ. അപ്പൊ ബാ എന്തായി? ഒരു അലിഫൂഡ് ഇട്ടപ്പോ എന്തായി? ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് അടിസ്ഥാന കാര്യങ്ങളെ പറയുന്നത്. എന്താണ്? ഫത്തഹിനെ കിട്ടാൻ എന്ത് വരും? അലിഫ് വരും. ഫത്തഹിനെ കിട്ടാൻ അല്ല, ബാഇനെ നീട്ടാനെന്നല്ല പറയുന്നത്. ഫത്തഹ് എന്ന് പറയുന്നതാണ് ഹർക്കത്ത്. അക്ഷരത്തെ നീട്ടാനല്ല, അക്ഷരത്തിന്റെ ഹർക്കത്ത് എവിടെയൊക്കെ വരും? മേളും താഴേക്ക് വരും അല്ലേ? നീട്ടാത്തൊരു ഹർക്കത്തുണ്ട്. ഏതാണ്? സുക്കൂന്. സുക്കൂന് എന്ത് ചെയ്യത്തില്ല? ബന്ന് പറഞ്ഞ് നീട്ടുവാ? ഇല്ല. ഫത്തഹിനെ നീട്ടും, ബാ നീട്ടും, കെസറിനെ നീട്ടും, ലമ്മിനെ നീട്ടും. അപ്പൊ എന്തായി? ബാ. അപ്പൊ ഈ അക്ഷരങ്ങളെല്ലാം ഇങ്ങനെ ആദ്യമായി പഠിക്കുന്നവർക്ക് എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ എന്തായി? താ. അടുത്ത എന്താണ്? ജാ. അടുത്തത് എല്ലാം എന്തോരും? നീട്ടല്ല. മനസ്സിലായി? അപ്പൊ നമുക്ക് ആ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകേണ്ടതാ. ഇനി എല്ലാം കെസർ. കെസർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ വികാരം എന്നുള്ള ഈ കെസറിന് നീട്ടി എന്തുകൊണ്ടാ? യാ ഉണ്ട്. അപ്പൊ എന്തായി? ബി. ബി ഉണ്ടോ? അടുത്തത് ഇവിടെ താ പഠിച്ചു. ഇവിടെ എന്തായി? അടുത്ത ജ പഠിച്ചു. ജി. ദി പഠിച്ചു. ദി. അപ്പൊ ഫത്തഹിനെ നീട്ടാൻ എന്ത് വരും? അലിഫ് വരും. കെസറിനെ നീട്ടാൻ യാ വരും. അപ്പല്ലേ? ഇനി ഇതിനിടയ്ക്ക് കൂടെ നമുക്കൊരു എന്ത് ചെയ്യാം? ഈ
ആകാര വികാരം പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണെന്ന് അറിയാം, എളുപ്പമുള്ള ഒരു കാര്യം കൂടെ പറയാം. ഈ അക്ഷരങ്ങൾ തറവാക്കണമല്ലോ. ഇതിന് തറവാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും ഇപ്പം പഠിക്കാൻ വരുന്ന മുതിർന്നവർക്ക് പെട്ടെന്ന് അങ്ങ് തലയിൽ കയറണമില്ല. അപ്പം അതിനെന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനൊരു പരിപാടി നോക്കാം. എങ്ങനെ ഈ അക്ഷരങ്ങളെല്ലാം ആ ചേർത്ത് പറയാം. എന്താണിത്? അബ. അബ. അടുത്ത എന്താണ്? അത്ത. അത. അത്ത. ത. ത. ദാ വരുന്നത്. ത. അത. അത്ത. അത. ആ, അടുത്തത് നിങ്ങൾ തന്നെ പറയാം. അജ. അജ. ഇതെങ്ങനെ പറയും? അത. അത. ഇതെന്താണ്? അറ. അറ. എല്ലാം ഈ ശബ്ദം കിട്ടും. അസ. ഈ സീനൊക്കെ അങ്ങ് ഉറപ്പിക്കും. അസാന്നുള്ളത്. അസ. അടുത്തത് അഷ. അശ. അടുത്തത് അക്ക. അല്ല. അ. അക്ക. അക്ക. അപ്പൊ അക്കലാന്നൊക്കെ വായിക്കാനുള്ള രണ്ടക്ഷരം ആദ്യമേ പഠിക്കാവൂ. ആ. നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ രണ്ടക്ഷരം പഠിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, മൂന്നാമത്തെ അക്ഷരത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അക്ക. അടുത്ത എന്താണ്? അല. അല. ഇത് മല. അല്ല, ആമ. 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 അപ്പൊ നമുക്ക് മാഷാഅല്ലാ ഇങ്ങനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും. ഈ രണ്ട് ഈ സെക്ഷൻ കൊണ്ട് എന്തായി, ആദ്യമേ ഒറ്റ അക്ഷരം പഠിച്ചു, പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെ 10 തൊട്ട് പഠിച്ചു. 10. അപ്പൊ നമ്മൾ 10 കിസറും കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് നീട്ടി കാണിച്ചത്. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 15 അക്ഷരത്തിൽ തന്നെ കുറേ പദങ്ങൾ, കുറേ വാക്കുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഒരു ധൈര്യം വരും. ഇതിനെ കൊണ്ട് കഴിയുന്നതാണല്ലോ. പലരും പിന്നോട്ടും മാറുന്നത് എന്തുകൊണ്ടാണ്? അറബി അക്ഷരം എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ കൊണ്ട് പഠിക്കാനൊക്കെ തന്നെ. സത്യത്തിൽ ലോകത്തെ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഭാഷ ഏതാ? അറബി. അതെങ്ങനെ തെളിയിക്കാം? നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം. മലയാളം വരാൻ കാര്യം എന്താ? നമ്മുടെ ഉമ്മ ആരായി? മലയാളി ആയതുകൊണ്ടാണ്. നമ്മുടെ ഉമ്മ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആരെങ്കിലും നമ്മൾ ഇംഗ്ലീഷുകാരിയാണ്. അപ്പൊ നമ്മുടെ ഉമ്മ അറബി ആയിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ എന്തായാലും അറബിയല്ല. അപ്പൊ മാതൃഭാഷയുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്താവും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറയാൻ വേണ്ടി മാതൃഭാഷയായ മലയാളം ഒരാളെ പഠിപ്പിക്കാൻ നോക്കാം. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? 56 അക്ഷരമുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ കിടക്കുക. അത്രയും കട്ടിയുള്ള അക്ഷരം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് നമുക്ക് അറബി നിസാരമാണ്. എന്തുകൊണ്ട്? ഇനി ഒരു എളുപ്പം ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തെളിയിച്ചു കൊടുക്കാം. എങ്ങനെ? ഒരു അറബിയെ ഒരു ഇംഗ്ലീഷുകാരനെ കേരളത്തിൽ കൊണ്ടുവരാം. എന്നിട്ട് അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് ഈ ആളെ നമ്മൾ മലയാളത്തിലെ ഒന്ന് പഠിപ്പിക്കാൻ പോവാം. എന്ത് പഠിപ്പിക്കാൻ പോവാ? മലയാളത്തിലെ ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഇത് അയാളെ കൊണ്ട് വരപ്പിക്കാൻ എത്ര സമയം എടുക്കും? കുറേ സമയം. അറബിയിലായതാനോ പെട്ടെന്ന് എടുക്കാം, എഴുതാം. അരിഫിട്ട് മേളൊരു വര എടുക്കുമ്പോ എന്തായി? അപ്പൊ എളുപ്പം ഏതാ? അറബിയാണ്. നമുക്ക് ഉറപ്പിച്ചൂടാ. അപ്പൊ അത്രയ്ക്ക് ഈസിയാണ് ഖുർആന്റെ ഭാഷ, അള്ളാഹുവിന്റെ കലാം. അല്ലേ? അള്ളാഹുവിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അറബി ഭാഷ എന്താണ് നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷയാണ്, പരിശുദ്ധ ഖുർആന്റെ ഭാഷയാണ്, പിന്നെയോ സ്വർഗത്തിലെ ഭാഷയാണ്. അല്ലേ? ഈ ഖുർആൻ പഠിച്ചാലുള്ള നേട്ടം എന്തുവാ? ഈ തജ്വീദോട് കൂടി നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ എത്ര ഓതിയാലും മതി വരത്തില്ല. ഇന്ന് ലോകത്ത് ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഓതി അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഓതുന്നതിന് ആവേശം 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 കൂടിക്കൊണ്ടിരിക്കും. ഇല്ല, അതനുസരിച്ച് ഖുർആൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതേണ്ട ഇവിടെ നിസ്കാരത്തിലാണ്. തജ്വീദ് അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അർത്ഥം അറിയണം, അർത്ഥം പഠിക്കണം. അടുത്ത സെക്ഷൻ നമുക്ക് അർത്ഥമൊക്കെ പഠിക്കണം. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ തന്നെയും തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതിയാൽ എത്ര ഓതിയാലും ഇത് വരത്തില്ല, മതി വരത്തില്ല. അപ്പൊ ഖുർആൻ ഓതുന്നതിന് ശ്രേഷ്ഠത എന്താ? ഏറ്റവും കൂടുതൽ പ്രതിഫലം എവിടെ കിട്ടുന്നത്? നമ്മൾക്ക് ഒന്നുമില്ലാതെ ഓതാം ഖുർആൻ. ഒന്നുമില്ലാതെ ഓതാം. അപ്പൊ ഒരു അക്ഷരത്തിൽ എത്ര കിട്ടും? 10 നന്മ കിട്ടും. 10 ഹസനത്താണ്. ഒരു അക്ഷരത്തിന് എത്ര കിട്ടും? എപ്പോഴും അള്ളാഹു 1-ന് 10, എപ്പോഴും കണക്ക് 1-ന് 1 അപ്പൊ 10. ഇനി ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ട് ഓതിയാലോ? 1-ന് 25. ഒരു അക്ഷരത്തിന് എത്ര? 25. ഇനി നിസ്കാരത്തിൽ നമ്മളിപ്പം വീട്ടിൽ നിസ്കരിക്കുക, ഒരു മുസല്ല എടുത്ത് നിസ്കരിക്കുക, നമ്മൾ ഒരു റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ സുന്നത്ത് നിസ്കാരത്തിൽ ഒരക്ഷരത്തിൽ 100 കിട്ടുന്നത്. അപ്പൊ എത്രയും തുടങ്ങിയതാ? എത്രയും നമ്മൾ തുടങ്ങിയത് 10. ഒന്നുമില്ലാതെ 10, ഒന്നുകൂടി കൂടിയാൽ 25. നിസ്കാരത്തിൽ ഓതിയാൽ 100. ഇനി 100 എന്നുള്ള കൂടാൻ പോവാ. എന്തുവാ? 27 ഇരട്ടി ഇടാൻ പോവാ. 2700 കിട്ടാൻ പോവാ. എന്തുവാ? നിസ്കരിച്ചപ്പോൾ നമ്മൾ ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത്. അപ്പൊ എത്ര കിട്ടി? 27 ഇരട്ടി. ഇനി പള്ളിയിലോട്ടൊക്കെ ആകുമ്പോഴോ അതിന് 500-1000
അങ്ങനെ കൂടി കൂടി വരും. എവിടെ ഹറമിലൊക്കെ പോയ ലക്ഷങ്ങളും കോടികളും ഒരക്ഷരത്തിന് കിട്ടുന്നത്. അപ്പോൾ ആ പ്രതിഫലം കിട്ടണം എന്ത് ചെയ്യണം? നമ്മൾ വല്ലാതെ എന്തിനെ ഇഷ്ടപ്പെടണം? അറബി ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം. എൻ്റെ കൂട്ടുകാരാണ് ഓരോ അക്ഷരങ്ങളെന്ന് മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണെന്ന് കരുതണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ഈ ഖുർആൻ കൊണ്ടും ഈ പഠനം കൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാവും. അല്ലാഹു തആല നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.